നമസ്കാരം. ട്യൂട്ടർ മന്ത്രയുടെ ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിലേക്ക്, അതിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവിജ്ഞാനത്തിൻ്റെ അനന്തമായ മേഖലയിൽ ഇംഗ്ലീഷ് ഇയർ 1990 മുതൽ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സ് അഥവാ JGKC എന്ന് പറയുന്നത്. ഇതിൽ ഒരിക്കലും പറയാത്തതും ആളുകൾ മനസ്സിലാക്കി വെക്കേണ്ടതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സ് എന്ന് പറയുന്ന പൊതുവിജ്ഞാന ശേഖരം സമാഹരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുതിയ ഒരു പ്രക്ഷേപണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഭാരതീയരെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന കള്ളന്മാർ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസൊക്കെ ആയിട്ട് വിഭജിച്ചു. ആര്യന്മാർ, ദ്രാവിഡന്മാർ എന്നൊക്കെ വിഭജിച്ചു. ഇങ്ങനെ വിഭജിക്കാൻ പറ്റുന്നിടത്തോളം വിഭജിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാർട്ട് വൈകൾ എന്നുള്ളത്. നമ്മളുടെ സംപ്രേഷണത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പാർട്ട് വൈ. അപ്പോൾ പാർട്ട് എ മുതൽ സെഡ് വരെയുള്ളതിൽ വൈ മാത്രമേ നിങ്ങൾക്ക് കാണാവുള്ളൂ. ഈ വൈയിൽ പാർട്ട് വൈയിൽ 900 പാർട്ട് വൈകളുണ്ട്. അത് നമുക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മൾ വിഭജിക്കുക എന്നുള്ളതാണ്. വിഭജിച്ചാൽ മാത്രമേ ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസിൻ്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും നടക്കുള്ളൂ എന്നുള്ളത് അറിയുന്നത് കൊണ്ട് അവർ പരമാവധി വിഭജിച്ചു. അതിന് വേണ്ടി ഉപയോഗിച്ച ഒരു പ്രധാന തട്ടിപ്പാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഈ ഹിന്ദുവിനെ ഗാന്ധിയിലൂടെയാണ് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി എന്ന് പറയുന്ന അക്ഷരാഭ്യാസം നടത്താത്ത, ഭാരതീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത, പുലിയാട്ടി ഡെക്കേഷൻ കിട്ടിയിട്ടുള്ള ആളെ കൊണ്ടാണ് ഈ ഭാരതീയരുടെ മനസ്സിലേക്ക് കുറേ ചതികൾ കൊണ്ടുവന്ന് വെച്ചതെന്ന് വെച്ചിട്ട് നമ്മളൊരു 5-6 ചതികൾ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിൻ്റെ മുമ്പത്തെ എപ്പോഴോ സംപ്രേഷണത്തിൽ. അപ്പോൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഹിന്ദുവിനെ കൊണ്ടുവന്ന് വെച്ച്, ഹിന്ദു ഉണ്ടെങ്കിലേ മുസ്ലിം ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഹിന്ദു ഉണ്ടെങ്കിലാണ് ഭാരതത്തിൽ ഹിന്ദു എന്ന് പറഞ്ഞ അർത്ഥരഹിതമായിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്, അത് അങ്ങനെ ഒരു കാര്യമില്ല. അത് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് ഉണ്ടെങ്കിലേ മുസ്ലിം എന്ന് പറയുന്നുള്ളൂ. അതിന് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞുള്ളൂ. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. ഭാഷാപദം എന്ന് പറയുന്നത് ക്രിസ്ത്യനും ഭാരതീയ ഭാഷാപദമല്ല, ഹിന്ദുവും ഭാരതീയ ഭാഷാപദമല്ല, മുസ്ലിമും ഭാരതീയ ഭാഷാപദമല്ല. ഇത് മൂന്നും ഭാരതീയ ഭാഷാപദമല്ല. ഇത് മൂന്നും ഇംഗ്ലീഷ് വേർഡ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ്റെ മടികളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ചോറുണ്ണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ഉള്ള ശൂദ്രന്മാർ. അതപ്പോൾ അവിടെ നോക്കട്ടെ. അപ്പോൾ ഈ ഹിന്ദു എവിടുന്ന വന്നതെന്ന് നമ്മളോട് ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ ഡെക്കേഷനിലൂടെയൊക്കെ നമുക്ക് തലയെ കയറ്റി തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിന്ധു നദിയുണ്ട്. ഈ സിന്ധു നദിയുടെ കിഴക്കേ ഭാഗത്തുള്ള ആളുകളെ മുഴുവൻ സൈന്ധവർ എന്ന് വിളിച്ചു. കാലക്രമേണ, അതായത് അലക്സാണ്ടർ എന്നൊക്കെ പറയുന്ന കുറേ ഇല്ലാത്ത കെട്ടുകഥാപാത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയും ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഇറക്കിയതുള്ളതാണ് അലക്സാണ്ടർ എന്നുള്ള. അലക്സാണ്ടർ ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടോ ഒന്നും ആർക്കും അറിയില്ല. കാരണം ഇവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന തട്ടിപ്പിലൂടെയാണ് അലക്സാണ്ടറൊക്കെ നമ്മുടെ അവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം പുരൂരവസ് എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ പേര് അവർ കൂട്ടിച്ചേർത്ത് ആ കള്ളന്മാരുണ്ടാക്കിയ കഥ തന്നെയാണ് പോറസ്. അതിൻ്റെ പേര് മാറ്റിയിട്ട് പോറസ് എന്നാക്കി. അത് പോറസ് എന്ന് പറഞ്ഞിട്ട് പുരൂരവസ് എന്ന് പറഞ്ഞ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു യുദ്ധം, 4 ഫൈറ്റ്, 5 റേപ്പ് എന്നൊക്കെ പറയണ പോലെയൊക്കെയുള്ള തനി പുലിയാട്ടികൾ ഈ സിനിമയിലൊക്കെ ഇവർ ഹിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതേപോലെ കുറേ സ്റ്റോറീസ് അവർ കെട്ടുകഥകൾ, നുണകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി
അപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ളത്, എവിടുന്ന്, പടിഞ്ഞാറ് വന്നിട്ടുള്ള ആളുകൾക്ക് ഇത് അവര് സിന്ധു നദീനെ അവര് ഇൻഡസ് എന്നാണ് വിളിച്ചെന്ന് പറയുന്നത്. എന്തിനാണ് പടിഞ്ഞാറുന്ന് വരുന്ന ആളുകൾ സിന്ധു നദി എന്നുള്ളത് നദിയാണെങ്കിൽ അതിനെ ഇൻഡസ് എന്ന് വിളിക്കുന്നത്? സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിന്ധു എന്ന് പറയാൻ പറ്റില്ലേ? എന്നാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇവർക്ക് ഇംഗ്ലീഷ് കള്ളന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ഇൻഡസ്, അല്ലെങ്കിൽ അവരുടെ ഉച്ചാരണം, അവരുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന ടൈപ്പ്, അതിനനുസരിച്ച് നിൽക്കുന്ന ഇൻഡസ് എന്നാണ് കൃത്യമായിട്ട് ഇവരെന്തിനെ വിളിക്കുന്നത്? ഇംഗ്ലീഷുകാര് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികളല്ല ഗ്രീക്കുകാരെ, റോമക്കാരെ. ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ എന്തിന് ഇംഗ്ലീഷുകാരുടെ നാവിൽ കൃത്യമാകുന്ന ഇൻഡസ് എന്ന് വിളിക്കണം ഇതിനെ? എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? എന്താ ഇതുവരെ ആരും അത് ചോദിക്കാൻ? ഇവരുടെ ലാംഗ്വേജിന് കൃത്യമാകുന്ന ഇൻഡസ് എന്ന് അവർ വിളിച്ചത്ര ആരെ? ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാരുണ്ടായിട്ട് ഏകദേശം 1000 വർഷത്തിന്റെ അടുത്തായിട്ടുള്ളൂ കേട്ടോ. അതുവരെ കാടന്മാരെന്ന് പറഞ്ഞാൽ അതൊക്കെ അധർമ്മമാരായിട്ടുള്ള കാടന്മാര്, ഭാരതത്തിലുള്ള കാട്ടിലുള്ള ആളുകളല്ല. അവർക്ക് വിവരമുണ്ട്, അവർക്ക് അറിവുണ്ട്. മറ്റേത് അധർമ്മമാരായിട്ടുള്ള കാടന്മാരായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ്. ഇവരുടെ ചരിത്രം ഏകദേശം ഉണ്ടാവണത് തന്നെ നമുക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യനിയർ 1000-ന് ശേഷം, അതായത് 1200-ന്റെ അടുത്തേക്ക് തന്നെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺസ് എന്നൊക്കെ നമ്മളെ ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവര്. അതിലൊക്കെ നമുക്ക് കാണുന്നത് 1200 AD ആഫ്റ്റർ ഡെത്ത്. അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാവുന്ന വിഷയമാണ്. ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹൂം, AD ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹൂം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹൂം എന്നുള്ള ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവര് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചാലൊക്കെ നമുക്ക് ചിരി വരും. അങ്ങനെ ഓൾഡ് ഇംഗ്ലീഷിലുള്ള കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് ഇവരുടെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് അതിനു മുമ്പുണ്ടായിരുന്ന 200 വർഷം എന്ന് പറയുന്നത് ലിറ്റററി ബാലഡ്സ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ ഈ ലിറ്റററി ബാലഡ്സ് എന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്രിമമല്ല, അതായത് മറ്റതൊക്കെ നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന പാട്ടുകളെയാണ് ഇവര് ബാലഡ്സ് എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് ഇവര് കാൻറ്റർബറി ചർച്ചിലേക്ക് പോയിരുന്നു, അവിടെ പാടിയിരുന്നതാന്ന് പറഞ്ഞിട്ട് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ആ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത് AD ആഫ്റ്റർ ഡെത്ത് ഇട്ടാ. അത് ആരുടെ ഡെത്താന്ന് നമുക്ക് ധാരണയില്ല. ചരിത്രത്തിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു വിധ അടിസ്ഥാനവും ഇല്ല ഈ ഡെത്തിൻ്റെ ആളുടെ കുറിച്ചിട്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ AD ഇംഗ്ലീഷ് ക്രിസ്ത്യനിയർ 1200s ഈ കാൻറ്റർബറി ടെയിൽസ് ഇറങ്ങുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ കഷ്ടി ഒരു 1000-ന്റെ അടുത്ത് ഇതുള്ളവർ എന്തെങ്കിലും നേരെ ചൊവ്വ മുന്നോട്ട് പോയി തുടങ്ങിയിട്ട്. ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും. പഴയ ഓൾഡ് ഇംഗ്ലീഷ് നിങ്ങൾ എടുത്ത് നോക്കുക, ബാലഡ്സും ലിറ്റററി ബാലഡ്സും എടുത്ത് നോക്കുക. അവർക്ക് അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പിന്നെ ഇവർ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് 1500s അതിന് ശേഷമാണ്. 1500s ഡോക്ടർ ജോൺസന്റെ ഒക്കെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഒക്കെ ഇറങ്ങുന്നത്. അതുവരെ ഒന്നും ഒരു സംസ്കാരം ഇല്ലാത്ത ആളുകളായി ജീവിച്ചത്. പിന്നെയാണ് ഷേക്സ്പിയറിയൻ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷേക്സ്പിയറിയൻ പ്ലേസ് ആരെഴുതിയെന്നും ആർക്കും ഇപ്പോഴും നിശ്ചയില്ല. അത് ക്വീൻ എലിസബത്ത് ആണെന്ന് പറയുന്നുണ്ട്, പിന്നെ അവൻ്റെ അമ്മൂമ്മയാന്ന് പറയുന്നുണ്ട്, കണ്ടവന ആളുകൾ അത് ഡോക്ടർ ജോൺസൺ ആണെന്ന് പറയുന്നുണ്ട്. അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന തട്ടിപ്പിന്, അർത്ഥരഹിത മാലിന്യത്തിന് ഉതകുന്ന യോജിച്ച രീതിയിൽ ഇൻഡസ് എന്ന് ആര് വിളിച്ചത്രേ? ഇവരുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഗ്രീസുകാർ വിളിച്ചത്രേ. ഗ്രീസ് എവിടെയാണ് കിടക്കണേന്നൊക്കെ നിങ്ങൾ വേൾഡ് മാപ്പ് നോക്കിയാൽ അറിയാം. ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസിന്റെ കോൺട്രി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുക. കള്ളന്മാരുടെ ഇതാണ്, പൈറേറ്റ്സ് ആണ് ഇവര്. പൈറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കൊള്ളക്കാരാണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആകെ കുറച്ച് ഐലൻഡ്സ് ആണ് ഈ ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്നത്. ഗ്രീസും
ബ്രിട്ടീഷ് ഐൽസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് ആയ, അതായത് 1500s മാത്രം പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന് യോജിച്ച രീതിയിൽ, അവർക്ക് യോജിച്ച രീതിയിൽ ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള, റോമിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ സിന്ധു നദിയെ ഇൻഡസ് എന്ന് വിളിച്ചു എന്നാണ് ഈ കാട്ടുകള്ളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാന്യത ഉണ്ട്. ഈ ചറ്റത്തമ്മാടികൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഇടക്കേഷനിലൂടെ അടക്കം. അങ്ങനെ ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ കുണ്ടസ് എന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ അപ്പുറത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള ആളുകളെ അലക്സാണ്ടർ എന്തെന്ന് വിളിച്ചു ഇത്രേ? ഇന്ത്യൻസ് എന്ന് വിളിച്ചു ഇത്രേ. അതാരെ വിളിച്ചുള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം അരിയും ചോറും കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കള്ളന്മാർ വിളിച്ചിട്ടുള്ളത് അല്ല, അലക്സാണ്ടറുടെ തലയിൽ കൊണ്ട് വെച്ചിട്ടുള്ളത്. അലക്സാണ്ടർ അങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ആ ഇന്ത്യൻസ് എന്ന് വിളിച്ച ആളുകളെയാണ്. അപ്പോൾ സിന്ധു എന്ന് പറയുന്നതിന് ഇവർ ഇൻഡസ് എന്ന് വിളിക്കുകയും സിന്ധു നദിയുടെ കിഴക്കുള്ളവരെ അവരെ ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് ഈ കള്ളന്മാർ, തെമ്മാടികൾ നമ്മളെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്, ലോക കള്ളന്മാരെ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി അത്രേ. പക്ഷേ സിന്ധു നദീനെ എന്തുകൊണ്ട് സിന്ധു നദി എന്ന് വിളിക്കുന്നില്ല അവർ? ഗ്രീസുകാർക്ക് സിന്ധു എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് പറയാലോ. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാർക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ശരി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തിനൊക്കെ ട്രാൻഡ്രം, ട്രീൻട്രം, കൊളാം എന്നൊക്കെ ആക്കി വെച്ചത്, കൊല്ലത്തിനെ കൊളമാക്കി വെച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പേരുടെ അവർക്ക് അവരുടെ നാവിന് വഴങ്ങില്ല. പക്ഷെ അതുകൊണ്ട് അവരതിന് തൃച്ചോർ എന്ന് പുലയാടിയതും എന്തിൻ്റെ പരിണിതമല്ല, അവരുടെ നാവ് വഴങ്ങാത്തതുകൊണ്ടാണ്. പക്ഷെ ഗ്രീസുകാർക്ക് ആ പ്രശ്നമില്ല. ഗ്രീസുകാർ കൃത്യമായിട്ട് പറയും. അതിൻ്റെ പേര് സിന്ധു എന്നായിരുന്നുവെങ്കിൽ അവർ സിന്ധു എന്ന് പറഞ്ഞേനെ. അപ്പോൾ ഈ സിന്ധുവിലേക്ക് നമ്മളുടെ സൂക്ഷ്മമായ ദൃഷ്ടി നമ്മൾ അവിടേക്ക് എത്തും. അപ്പോൾ സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ഭാഷയിൽ അർത്ഥമുണ്ട്. കാരണം സിന്ധു എന്ന് പറയുന്നത് ഭാരതീയ ഭാഷയിൽ അർത്ഥമുള്ളൊരു പദമാണ്. അപ്പം എന്താണത്? സിന്ധു എന്ന് പറഞ്ഞാൽ അത് നദിയല്ല. നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വിളിക്കുന്ന ആളുകൾ ഭഗവാനെ കാരുണ്യ സിന്ധോ എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സിന്ധു എന്ന് പറയുന്ന പദം സംസ്കൃത പദമാണ്. അതിന് നദി എന്നാണ്, കാരുണ്യ നദിയെ എന്നാണോ വിളിക്കുന്നത്, അതോ കാരുണ്യ സാഗരമേ എന്നാണോ വിളിക്കുന്നത്? സിന്ധു എന്ന് വിളിക്കുന്നത് സാഗരത്തെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ ഇംഗ്ലീഷ് കള്ളന്മാർക്ക് ഇല്ല, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാർക്ക് ഇല്ല. അതുകൊണ്ട് അവർക്ക് യോജിക്കുന്ന ഇൻഡസ് എന്ന് സിന്ധുവിനെ വിളിച്ചു. സിന്ധുവിനെ അവർക്ക് സംസാരിക്കാൻ, അവർക്ക് ഉച്ചരിക്കാൻ അറിയാത്തതുകൊണ്ട് അവർ ഇൻഡസ് എന്ന് പേരിട്ടു. അലക്സാണ്ടറിനെ മേത്തിക്കിട്ടു. റോമക്കാരുടെയും ഗ്രീസുകാരുടെയും ഒക്കെ ഇട്ടിട്ടു എന്ത്? ഇൻഡസ് എന്നുള്ളത്. ഇൻഡസ് എന്ന് പറയുന്ന എന്ന് അവർ വിളിച്ചു എന്ന് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാർ പുലമ്പുന്ന സിന്ധു എന്ന് പറയുന്ന നദി ഭാരതത്തിലില്ല. ഇപ്പൊ നമ്മുടെ സിന്ധു നദി ഒഴുകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. സിന്ധു ഗംഗ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വേദത്തിൽ ദശനദികളുണ്ട്. വേദത്തിൽ പ്രമാണം വേദമാണ്. വേദത്തിൽ ദശനദികളുണ്ട്. ഈ ദശനദികളിൽ സിന്ധു എന്നുള്ളൊരു പേരിൽ ഭാരതത്തിൽ നദി ഒഴുകുന്നതായിട്ട് പറയണില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പറയണ്ടേ. ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ കാണാണ്ട്, സരസ്വതി കാണാണ്ട്, എന്തേ സിന്ധു കാണാത്തത്? സിന്ധു നദിയുടെ തീരത്ത് ഏതെങ്കിലും പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ടോ? അപ്പൊ എന്താ അത് അവിടെ ഇല്ലാത്തത്? വളരെ ശ്രദ്ധിക്കണം. ഒരു ക്ഷേത്രവും സിന്ധു നദിയുടെ സിന്ധു എന്ന് ഇവര് വിളിക്കുന്ന നദിയുടെ തീരത്തില്ല. കാരണം സിന്ധുവിന്റെ അർത്ഥം എന്താണ്? സാഗരം എന്നാണ്. സാഗര തീരത്ത് ക്ഷേത്രമുണ്ട്, അത് നമുക്കറിയാം. ഒരുപാടുണ്ട്. സോമനാഥൊക്കെ അവിടെ കിടക്കുന്നതാ. അപ്പോ സിന്ധു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാഗരം എന്നാണ്. സാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നദിയല്ല. അപ്പോൾ സിന്ധു നദിയല്ല. അപ്പോൾ അതിനെ വേദത്തിലുള്ള പേരെന്ത്?
സിന്ധു എന്ന് പറയുന്ന ആ ഒരു ദശനദികളിൽ അതിൻ്റെ സ്ഥാനത്ത് എഴുതപ്പെട്ടിട്ടുള്ള പേരെന്ത് എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള മറുപടിയാണ് സുഷോമ. സുഷോമ എന്നുള്ള നദിയാണ് വേദത്തിലെ ദശനദികളിൽ കിടക്കുന്നത്. അപ്പോൾ സിന്ധു എന്നല്ല. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടല്ലോ, ഒരു 250 വർഷം എന്ന് വിചാരിക്കുക, ഒരു 100 വർഷം പരമാവധി കണ്ടു കിട്ടുള്ളൂ. അത് മുമ്പ് റോമക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രീസുകാർ വരുമ്പോൾ വന്നു എന്ന് പറയുന്ന അലക്സാണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ വന്നുള്ള കാലത്ത് അതിൻ്റെ പേര് സുഷോമ എന്നാണ്. അതിനെ ഒരിക്കലും ഇൻഡസ് എന്ന് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികൾക്ക് യോജിച്ച രീതിയിൽ ഇൻഡസ് എന്ന് വിളിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സിന്ധു എന്ന് പറയുന്ന നദിയില്ല. കാരണം സിന്ധു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാഗരം എന്നാണ്, അത് നദിയല്ല. സിന്ധു എന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഇൻഡസ് എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ള ആ നദിയുടെ യഥാർത്ഥത്തിലുള്ള പേര് സുഷോമ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഹിന്ദുവിനും ഇന്ത്യയ്ക്കും അടിസ്ഥാനമില്ല. കാരണം ഇൻഡസ് എന്ന് ഇന്ത്യ വരണമെന്ന് വെച്ചാൽ ഇൻഡസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല അവിടെ. ഹിന്ദുവിന് അടിസ്ഥാനമില്ലാണ്ടായി. കാരണം ഒരു കള്ളത്തിൻ്റെ മുകളിൽ വേറെ കള്ളാണ് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതില്ല, വളരെ ലളിതമാണ്. അതുകൊണ്ട് ഇന്ത്യയുമില്ല, ഹിന്ദുവുമില്ല. ഇത് രണ്ടും ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്സാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്സ് എന്ന് പറയാൻ കാരണം അതിന് അർത്ഥമില്ല, പുലയാട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ പല പ്രഭാഷണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഭാരതീയർക്ക് അർത്ഥമറിയണം, അക്ഷരമറിയണം, അർത്ഥമറിയണം എന്നുള്ളത് നിർബന്ധമാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിൻ്റെ സിന്ധു നദിയല്ല, സിന്ധു എന്നത് സാഗരമാണ്. സിന്ധു ഇൻഡസ് അല്ല, സാഗരമാണ്. അങ്ങനൊരു നദി ഭാരതത്തിലില്ല എന്നുള്ള ആ തത്വം, ആ ആശയം എല്ലാ ഭാരതീയരിലേക്കും എത്തട്ടെ എന്നുള്ളതാണ് ഈ സംപ്രേഷണത്തിൻ്റെ പ്രധാന വിഷയം. സിന്ധു എന്ന് പറഞ്ഞ നദിയില്ലെങ്കിൽ ആരുമില്ല. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്സ് ആയിട്ടുള്ള ഹിന്ദു അതുമില്ല, ഇന്ത്യയും ഇല്ല. ഓർമ്മയിൽ വയ്ക്കുക. നമ്മൾ ഒരുപാട് കാലം പറ്റിക്കണം. ഇനിയെങ്കിലും കുറച്ച് ബോധത്തിൽ വർത്തിക്കുക, ഭാരതീയരാവുക. സത്യം വിളങ്ങട്ടെ.